നമ്മളെ പാചകമൊക്കെ കണ്ടിട്ട് കുറേ ദിവസമായില്ലേ. ഇപ്പം ചേച്ചി ഒരാഴ്ച കൂട്ടിയാണ് ശരിക്കും പാചകം ചെയ്യുന്നത്. നമുക്ക് ഓരോരോ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഇത് കണ്ടോ, കാണാൻ പറ്റുമോ? പൊടി മീനാണ്, കാര മീൻ. നമ്മളിവിടെ കാര എന്നാണ് പറയണത്, മുട്ടക്കാരെന്ന് പറയും. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അടുത്തത് കണവ ഞാൻ തീയൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്. അപ്പോൾ നമ്മളെ ഈ ഒരു അടുപ്പ്, ഗ്യാസ് അടുപ്പുണ്ടല്ലോ, ഈ സെൻറ്ററിലെ അടുപ്പിൻ്റെ സ്റ്റാൻഡൊക്കെ പൊട്ടിപ്പോയി. അപ്പോൾ അത് ശരിക്കും ഇരിക്കില്ല. ഞാൻ വേറൊരെണ്ണം കൂടെ അടവെച്ചിട്ടാണ് വെച്ചേക്കണം. അപ്പോൾ തീയൽ വെക്കാമെന്ന് വിചാരിച്ചാൽ പിന്നെ അതിന് കൊച്ചുള്ളിയൊക്കെ പൊളിക്കണം, തേങ്ങ വറുക്കണം, അങ്ങനെ കുറേ പണിയുള്ളതുകൊണ്ട് ചേച്ചി അതിനെ തോരനാക്കി. കണവ തോരൻ, പൊടിമീൻ. പിന്നെ ഇത് കണ്ടോ, മാങ്ങയും തക്കാളിയും വെള്ളരിക്കയും കൂടെ ഇട്ടിട്ട് ഒഴിച്ച് കറി വയ്ക്കുക. അല്ലെങ്കിൽ എപ്പോഴും ഞാൻ തക്കാളിയും പുളിച്ചിക്കയും വെച്ചിട്ടാണല്ലോ ഒഴിച്ച് കറി വയ്ക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ചേച്ചിയുടെ വീട്ടിൽ, നമ്മുടെ അവിടെ അമ്പലത്തിൽ ഉത്സവമൊക്കെയായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോറ്റി ലിസ്റ്റും കൊണ്ട് വരണം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് പോറ്റിയെ വെയിറ്റ് ചെയ്തിരുന്നിട്ടൊന്നും പോറ്റി വന്നില്ല. അപ്പോൾ അവിടെ പോയപ്പോൾ ചേച്ചി വെള്ളരിക്കയും പച്ചമാങ്ങയും കൂടെ ഇട്ട് ഒഴിച്ച് കറി വയ്ക്കാൻ പോകണം. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ എനിക്ക് ഒരു കഷ്ണം വെള്ളരിക്കത്താ, ഞാനും ഒഴിച്ചെറി വെച്ചിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇനി മാങ്ങ അച്ചാറിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു കയ്യിൽ ഫോണ് പിടിച്ചിട്ടാണ് ഒക്കെ ചെയ്യുന്നത് സുഹൃത്തുക്കളെ. കുറച്ച് വെള്ളം കൂടെ എടുക്കണം. ചോറിന് വടിച്ചിട്ടിട്ടുണ്ട്. സിങ്കിലൊക്കെ വെള്ളം പോകാൻ ഇത്തിരി പാടാണ്. ഇതോടെ കല്യാണം വിളിക്കാനാ? കല്യാണം എന്ത് മനസ്സിലായ? നിങ്ങൾക്ക് പറയണ്ടല്ലോ, നിങ്ങളെല്ലാം അറിഞ്ഞല്ലേ ഞാൻ വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ രാമന് അമ്മ ഇല്ലല്ല, അതന്നെ കണ്ടു പറഞ്ഞ പോണാ. അപ്പം ഞാനിതവിടെ ഒഴിച്ച് കയറി വെച്ചിട്ടുണ്ട്. കണ്ടോ, മാങ്ങ അച്ചാറും കൂടെ വെക്കണം. കറികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫോണല്ലല്ല, ഫാൻ കിടക്കുന്നതുകൊണ്ട് അതിൻ്റെ സൗണ്ട് കേൾക്കാം. ഇപ്പം ചേച്ചി നേരത്തേൽ മാങ്ങ അച്ചാർ കാണിച്ചില്ലായിരുന്നു. മാങ്ങ അച്ചാർ, കണവത്തോരൻ, മാങ്ങയും വെള്ളരിക്കയും തക്കാളിയൊക്കെ ഇട്ടുള്ള ഒഴിച്ച് കറി. പിന്നെ നമ്മളെ കാരയുണ്ടല്ലോ, മുട്ടക്കാര, അത്. ചോറ് റേഷൻ ചോറാണ്. ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് നല്ല അരിയാണ്, റേഷൻ അരിയേ. അതുകൊണ്ട് ഇപ്പോൾ അത് തന്നെയാണ് നമ്മൾ വെക്കുന്നത്. എല്ലാം റെഡി ആയിട്ടുണ്ട്. 5-6 ദിവസമായി നമ്മൾ പാചകം ചെയ്ത ആഹാരം ടേസ്റ്റ് ആയിട്ടൊക്കെ കഴിച്ചിട്ട്. എത്രയായാലും നമ്മൾ വെക്കുന്നതാണ് നമുക്കൊരു തൃപ്തി. ചേച്ചി ഇവിടെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അത് വേസ്റ്റ് എടുത്ത് വെച്ചേക്കുന്നത്. നമ്മളിവിടെ എല്ലാം ക്ലീനായിട്ടുണ്ട്. ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കഴിച്ചാൽ മതി. ചേച്ചി ചോറ് കഴിക്കാൻ പോകുന്നു. കാണാമോ എന്തോ? ചോറ് കഴിക്കാൻ പോണേ. അല്ലെങ്കിൽ ഞാൻ എല്ലായിടത്തും ടേബിളിൻ്റെ പുറത്താണ് കൊണ്ട് വയ്ക്കുന്നത്. പിന്നെ അവിടെ കൊണ്ട് വെക്കണം, ഇങ്ങടുത്ത് വെക്കണം. അതുകൊണ്ട് അങ്ങോട്ട് കൊണ്ട് വെക്കാനൊന്നും പോയില്ല. ചേച്ചി ചോറ് കഴിക്കാൻ പോകണു. ചോറ് വേവിച്ചിട്ട് വെച്ചിട്ട് കുറച്ച് നേരം കിടന്ന് കേട്ടോ. കേൾക്കാമോ എന്തോ? കുറച്ച് നേരം കിടന്നിട്ട് വന്നാണ് ചോറ് കഴിക്കാൻ പോണ. ചോറ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, റേഷൻ അരിയാണേ. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഗ്യാസിലിട്ടാൽ പെട്ടെന്ന് റെഡിയാവും. അതുപോലെ കൊള്ളാം, ചോറ് കൊള്ളാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ.
ചോറെടുത്ത് മാങ്ങ അച്ചാറ് കണ്ടോ, മാങ്ങ അച്ചാർ വെച്ചു. പിഴിച്ചറി, വെള്ളരിക്കയും പച്ചമാങ്ങയും തക്കാളി ഇട്ട ഒഴിക്കാൻ. അടുത്ത് നമ്മളെ കണവത്തോരത്തിന് സ്പൂണൊക്കെ ഇവിടെ കിടന്നാണ് കണ്ടില്ല കേട്ടോ. കണവത്തോരൻ കാണാമോ സുഹൃത്തുക്കളെ? ചേച്ചി എടുക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കണവത്തോരൻ അടുത്ത് നമ്മ മീൻകറി എല്ലാം കൂടെ എവിടെ വെക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ പ്ലേറ്റ് നിറഞ്ഞേ. ഞാനേ സ്പൂണൊക്കെ അതിലിട്ട് വെക്കുന്നതെന്നറിയാവോ? ചേട്ടൻ കഴിച്ച് ഇത് മോൻ വരുമ്പോഴത്തേക്ക് അവർക്ക് കഴിക്കട്ടെ. കണ്ടല്ലോ ചേച്ചിയുടെ ചോറ്, ഒഴിച്ചുകറി, കണവത്തോരൻ, മീൻകറി, മാങ്ങ അച്ചാറ്. കഴിക്കട്ടെ.